ഈശോയേ 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 ഈശോയേ. നമുക്ക് ശാന്തമായിരിക്കാം. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമുള്ള ഒരു വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വചന ശുശ്രൂഷ കഴിയുന്നതുവരെ നമ്മൾ ഇരിക്കുന്നിടങ്ങളിൽ തന്നെ ഇരുന്ന് ഓരോ വചനവും നമ്മുടെ ഉള്ളിൽ പരിശുദ്ധമ്മയിൽ എന്നതുപോലെ മാംസം ധരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കൊരിന്ത്യസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. 2 കൊരിന്ത്യസ് 3:18. കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഇരുകരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യനച്ച, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. Praise the Lord. Hallelujah. 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 സന്തോഷത്തോടെ പറയാം Hallelujah. Hallelujah. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം Hallelujah. Hallelujah. കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് പറയാം Hallelujah. Hallelujah. തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്ന് വിചാരിച്ചിട്ട് പറയാം Hallelujah. അച്ഛനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ Hallelujah. Hallelujah. ഈശോയെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞേ Hallelujah. Hallelujah. സ്ഥാനാർത്ഥികൾ ചിരിക്കുന്ന പോലെ ചിരിച്ചിട്ട് പറഞ്ഞേ Hallelujah. Hallelujah. അല്ലേ? നാട് നീളെ പോസ്റ്റർ ഉണ്ടല്ലോ. എന്തൊരു ചിരിയാണ്! ഈ ചേച്ചിമാർക്കൊക്കെ ഇങ്ങനെ ചിരിക്കാൻ പറ്റുമെന്ന് അവര് തന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. Hallelujah. Hallelujah. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രൂപാന്തരീകരണം സംഭവിച്ചാൽ എന്ത് കിട്ടും? ദൈവമഹത്വം കിട്ടും. ഹല്ലേലൂയ. ദൈവമഹത്വം കിട്ടിയില്ലെങ്കിൽ എന്ത് പറ്റും? ജന്മം പാഴായിപ്പോ. അപ്പോൾ ദൈവമഹത്വം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? രൂപാന്തരീകരണം സംഭവിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. രൂപാന്തരീകരണം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്കുള്ള ഒരു മാറ്റമാണ് രൂപാന്തരീകരണം. ആയിരിക്കേണ്ട അവസ്ഥയുടെ പേരെന്താണ്? ഈശോ എന്നാണ്.
അപ്പോൾ നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഈശോ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറുക എന്നതാണ് രൂപാന്തരീകരണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ഈശോയെ കാലിത്തൊഴുത്തിൽ കാണുന്നു, ഈശോയെ താബോർ മലയിൽ കാണുന്നു, ഈശോയെ ജോർദാനിൽ കാണുന്നു, ഈശോയെ മരുഭൂമിയിൽ കാണുന്നു, ഈശോയെ അന്ത്യത്താഴവേളയിൽ കാണുന്നു, ഈശോയെ ഗെത്സമൻ തോട്ടത്തിൽ കാണുന്നു, ഈശോയെ പിലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുന്നവനായി കാണുന്നു, ചമ്മട്ടികളാൽ അടിക്കപ്പെടുന്നവനായി കാണുന്നു, ഈശോയെ കുരിശ് വഹിക്കുന്നവനായി കാണുന്നു, ഈശോയെ നഗ്നനാക്കപ്പെടുന്നവനായി കാണുന്നു, ഈശോയെ കുരിശിൽ തൂങ്ങി മരിക്കുന്നവനായി കാണുന്നു, മരിച്ചടക്കം ചെയ്യപ്പെടുന്നവനായി കാണുന്നു, ഈശോയെ ഉയർത്തെഴുന്നേൽക്കുന്നവനായി കാണുന്നു, ഈശോയെ സ്വർഗാരോഹണം ചെയ്തവനായി കാണുന്നു, ഈശോയെ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നവനായി കാണുന്നു. ഇതിലേത് ഈശോയോടായിട്ടാണ് നമ്മൾ അനുരൂപപ്പെടേണ്ടത്? ഇതിലെല്ലാ ഭാഗവും ഈശോ, ഇത് മുഴുവനുമാണ് ഈശോ എന്ന് വിളിക്കുന്നത്. ഏതെങ്കിലും ഒരു ഭാഗം മാറ്റിവെച്ചിട്ട് നമുക്ക് ഈശോ എന്ന് വിളിക്കാൻ പറ്റില്ല. ഈശോയുടെ അസ്തിത്വത്തിന്റെ പൂർണ്ണത ആണ് നമ്മൾ ദിവ്യകാരുണ്യത്തിൽ നമ്മൾ പറഞ്ഞു, ഇത് മുഴുവനുമുണ്ട്. ഈശോ വചനത്തിലായിരുന്നത് മുതൽ പിതാവിന്റെ വലതുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ സാന്നിധ്യം വരെ എവിടെയുണ്ട്? ദിവ്യകാരുണ്യത്തിലുണ്ട്. അപ്പോൾ നമ്മൾ ഈശോയായി തീരണം എന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നൊയമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ധ്യാനിക്കും. പ്രത്യേകിച്ച് ഈശോയുടെ പീഡാസഹനവുമായി നമ്മൾ അനുരൂപപ്പെടണം. കുരിശിന്റെ വഴിയിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, പരിശുദ്ധ അമ്മേ, എന്താണ്? ഈശോയുടെ തിരുമുറിവുകളെ എൻ്റെ ഹൃദയത്തിലും ആഴത്തിൽ പതിപ്പിച്ചു തരണമേ. അത് തപസ് കാലത്താണ് നമ്മൾ പ്രാർത്ഥിക്കാറ്. നമ്മൾ ക്രിസ്തുമസിന്റെ കാലഘട്ടത്തിൽ ആ പ്രാർത്ഥന കുരിശിന്റെ വഴി ചൊല്ലുമ്പോൾ ചൊല്ലാവുന്നതാണ്, എന്നാലും അത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ഈ ആഗമന കാലത്തിൽ ഈശോയോട് ഈ ഉണ്ണി നമ്മൾ ധ്യാനിക്കുന്നത് മനുഷ്യാവതാരം ചെയ്ത ഈശോയെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് അച്ഛന് വേണ്ടി കുറച്ചുകൂടെ കൂടുതൽ പ്രാർത്ഥിക്കണം. ശബ്ദം കുറച്ചുകൂടെ വരാനുണ്ട്, പോയിട്ടുണ്ട് വരാൻ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ എങ്ങനെയാണ് ഈശോയെ പോലെ ആകേണ്ടത്? നമ്മൾ ഈശോയെ പോലെ ആകേണ്ടത് നമ്മളുടെ ആന്തരിക മനോഭാവത്തിലാണ്. എവിടെയാണ് ഈശോയെ പോലെ ആകേണ്ടത്? ആന്തരിക മനോഭാവത്തിലാണ് നമ്മൾ ഈശോയെ പോലെ ആകേണ്ടത്. അപ്പോൾ ആന്തരിക മനോഭാവത്തിൽ ഈശോയെ പോലെ ആകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈശോയുടെ പദ്ധതികളെ നമ്മുടെ പദ്ധതികളായി ഏറ്റെടുക്കണം. ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്യണം? ഈശോയുടെ പദ്ധതികളെ നമ്മുടെ പദ്ധതികളായി ഏറ്റെടുക്കണം. അപ്പൊ നമ്മുടെ പദ്ധതികൾ എന്ത് ചെയ്യണം? മാറ്റിവെക്കണം. നമ്മുടെ പദ്ധതികൾ മാറ്റിവെച്ചിട്ട് ഈശോയുടെ പദ്ധതികൾ നടപ്പാക്കണം. ഇനി അപ്പോൾ നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞതാണ് ഈശോയുടെ പദ്ധതികൾ എന്തൊക്കെയാണെന്ന്. മറ്റൊരു ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു, ഈശോയുടെ ആഗ്രഹങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ആഗ്രഹങ്ങളാകണം. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ എന്ത് ചെയ്യണം? മാറ്റിവെക്കണം. ഇപ്പൊ നമ്മുടെ ആഗ്രഹം വീട് പണിയണം എന്നതാണ് എന്ന് വിചാരിക്കുക. പക്ഷേ നമ്മളെ കുറിച്ചുള്ള ഇപ്പോഴുള്ള ദൈവത്തിന്റെ പദ്ധതി ഇപ്പോൾ വീട് പണിയണ്ട എന്നതാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ആഗ്രഹം എന്ത് ചെയ്യണം? മാറ്റിവെക്കണം. ഇപ്പൊ വീട് പണിയണ്ട, കടം വീട്ടിയാൽ മതി എന്ന് കർത്താവ് പറയാണെന്ന് വിചാരിച്ചോ. അപ്പൊ ഇപ്പോഴുള്ള നമ്മുടെ ആഗ്രഹം മാറ്റിവെച്ചിട്ട് ആരുടെ ആഗ്രഹത്തിന് വിട്ടുകൊടുക്കണം? ഈശോയുടെ ആഗ്രഹത്തിന് വിട്ടുകൊടുക്കണം. ഇപ്പൊ നമ്മുടെ ഒരു ആഗ്രഹം, എല്ലാവരും ഇസ്രായേലിൽ പോകുന്നുണ്ട്, എനിക്കും ഒന്ന് പോകണം, അല്ലേ? 1.5 ലക്ഷം രൂപയൊക്കെ ശമ്പളമുണ്ട്. ഇവിടെ ഈ തൊഴിലുറപ്പും പിടിച്ചുകൊണ്ട് നടന്നാൽ 300 രൂപ കിട്ടും. അപ്പോ എല്ലാവരും പോകുന്നുണ്ട്, എനിക്കും പോകണം എന്നൊരാഗ്രഹം. കാര്യം ശരിയാണ്, 10ാം ക്ലാസ് പാസ്സായിട്ടില്ലെങ്കിലും സർട്ടിഫിക്കറ്റ് ഒക്കെ
അപ്പൊ ഹീബ്രു അല്ലേ, എന്ത് കുന്തം വേണേലും പഠിക്കാം, കാശ് കിട്ടുന്ന കാര്യമല്ലേ. അപ്പോ തുല്യതാ പരീക്ഷ എഴുതണമെങ്കിൽ അത് എഴുതാം. അപ്പോൾ നമുക്കൊരാഗ്രഹം, അപ്പോൾ 15 ലക്ഷം രൂപ വേണം, കൊടുക്കാം, എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം, സ്വർണം എല്ലാം കൂടി വിറ്റിട്ട് പിന്നെ കുറച്ച് ലോണൊക്കെ എടുത്ത് കൊടുക്കാം, പോയാൽ മതി, നമ്മുടെ ഒരു ആഗ്രഹം. അപ്പൊ ഈശോ പറയാണ്, നിന്റെ വീട്ടിലുള്ള 2 കാരണന്മാര് വീട്ടിലില്ലേ? ഉണ്ട്. അവരെ നോക്കാതെ ഇസ്രായേലിയിലുള്ള വല്യമ്മനെ നോക്കാൻ പോണോ? അല്ല അച്ഛ, ഇതൊരു ശുശ്രൂഷയല്ല അച്ഛ, അവിടെ ഒരാളുള്ളൂ, നിന്റെ വീട്ടിൽ 2 ആളില്ലേ, ആ ശുശ്രൂഷ എന്ന് കർത്താവ്. വീട്ടിൽ 2 വല്യമ്മമാരുണ്ട്, അവരെ നോക്കാതെ ഇസ്രായേലിലുള്ള തടി കൂടിയ വല്യമ്മനെ നോക്കാൻ പോവുക. എന്നിട്ട് അവിടെ ചെല്ലുമ്പോ പറയും, അച്ഛാ ഈ വല്യമ്മക്ക് ഭയങ്കര തടിയാണെന്ന്. അച്ഛൻ ചോദിച്ചു, തടിയില്ലാത്ത 2 വീട്ടിലുണ്ടായിരുന്നില്ലേ? അപ്പോ നമ്മുടെ ആഗ്രഹത്തെ എന്ത് ചെയ്യണം? ഈശോ പറയുമ്പോ മാറ്റിവെക്കാൻ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം? മാറ്റിവെക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്. എന്നിട്ട് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഇന്ന് കൂടുതൽ റിവിഷൻ ഇല്ല, നമ്മൾ ടോപ്പിക്കിലേക്ക് വേഗം വരികയാണ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ആത്മപരിത്യാഗം ചെയ്യണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണമെന്ന്? ആത്മപരിത്യാഗം. നമ്മൾ ആത്മപരിത്യാഗം ചെയ്യണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. അതിന്റെ 6 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. എന്തൊക്കെയാണ്? ഒന്നാമത്തെ തന്നെ പ്രതികാരമാണോ? ഒന്നാമത്തെ തന്നെ പ്രതികാരമാണല്ലോ. ഒന്നാമത്തെ എന്താണ്? പ്രതികാരം ചെയ്യാനുള്ള അവകാശം ഉപേക്ഷിക്കണം. അപ്പൊ അതിനെക്കുറിച്ച് റിവിഷൻ ഇല്ല, അത്രയും മതി. 2, എല്ലാ സൗകര്യങ്ങളോടും കൂടെ ജീവിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കണം. 3, ബഹുമാനിക്കപ്പെടാനുള്ള അവകാശം ഉപേക്ഷിക്കണം. 4, ഇഷ്ടമുള്ളതുപോലെ പണം ചിലവഴിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇതൊക്കെ പറയുമ്പോ അച്ഛനൊരു സംശയമുണ്ട്, ഇതൊക്കെ ആരെങ്കിലും അല്ലേ? അപ്പോ ഒരു സഹോദരി അച്ഛനെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ പരിചയമുള്ള ഒരാളാണ്, അപ്പോ ഞാൻ എല്ലാ ദിവസവും കാറിനാണ് പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്. അച്ഛൻ എറണാകുളത്ത്, അധികം ദൂരമില്ല എങ്കിലും ക്ലൈമറ്റ് ഒക്കെ ഓക്കെ ആണെങ്കിലും കാർ എടുക്കും, പള്ളിയിൽ പോകും, തിരിച്ചു വരും. അപ്പോ ഇഷ്ടമുള്ളതുപോലെ പണം ചിലവഴിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞ ആ ടോക്ക് കേട്ടപ്പോ അവരൊരു തീരുമാനമെടുത്തിരിക്കുകയാണ്, ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഒരു 30 ദിവസത്തേക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ, നടന്ന് പോകാൻ വേണ്ടി. നിങ്ങൾ ആവിലയിലേക്ക് നടന്നൊന്നും വരണ്ട, എംപേരി എന്നൊക്കെ നടന്നു കഴിഞ്ഞാൽ കാല് പൊട്ടും. അപ്പൊ നിങ്ങൾ ബസ്സിന് തന്നെ വന്നാൽ മതി. അപ്പോൾ ആ ഒരു ഇഷ്ടമുള്ളതുപോലെ പണം ചെലവഴിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതാണ് 4. 5-മതായി നമ്മൾ പറഞ്ഞു, ശത്രുക്കളെ വെറുക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. 5. അത് കഴിഞ്ഞിട്ട് നമ്മൾ 6-മത്തെ തുടങ്ങുകയാണ്. ഇന്നലെ ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു, അച്ഛൻ എനിക്ക് 6-മത്തെ ടോക്ക് കിട്ടിയിട്ടില്ല. 6-മത്തെ ടോക്ക് ഞാൻ പറഞ്ഞു, 6-മത്തെ പറഞ്ഞിട്ടില്ല ചേച്ചി, അത് പറയും. 6-മത്തെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമം പറയാം. അപ്പോൾ 6-മത്തെ നമ്മൾ തുടങ്ങുകയാണ്. വളരെ പ്രധാനപ്പെട്ടതാണ് 6-മത്തെ വിഷയം. എന്താണത്? ഒരു മിനിറ്റ്. 5 എന്താണ്? ശത്രുവിനെ വെറുക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. ഹല്ലേലൂയ,
6 പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷിക്കപ്പെടാനുള്ള അവകാശം ഉപേക്ഷിക്കുക. എഴുതി വെച്ചോ. 6 എന്താണ്? ശുശ്രൂഷിക്കപ്പെടാനുള്ള അവകാശം ഉപേക്ഷിക്കുക. നമുക്കൊരു വചനഭാഗം വായിച്ച് തുടങ്ങാം. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 42 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങൾ. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 42 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കാം. യേശു അവരെ അടുത്തു വിളിച്ചു പറഞ്ഞു, വിജാതീയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത്. ഇനി വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞു, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനുമായിരിക്കണം. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്കു വേണ്ടി മോചനദ്രവ്യമായി നൽകാനുമത്രേ. ഹല്ലേലൂയ. അപ്പൊ ഈശോ പറയുകയാണ്, നിങ്ങൾ ശുശ്രൂഷിക്കപ്പെടാൻ വേണ്ടിയല്ല ആഗ്രഹിക്കേണ്ടത്, ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ്. ഇതിന്റെ കോണ്ടെക്സ്റ്റ് നിങ്ങൾക്കറിയാം. ഈശോയുടെ അടുത്ത് സെബദീപുത്രന്മാര് വന്നിട്ട് ആവശ്യപ്പെടുകയാണ്, അങ്ങയുടെ മഹത്വത്തിന്റെ വലതുവശത്തും ഇടതുവശത്തും ഇരിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് തരണമേ. ഇടതും വലതും ഇരുന്നാൽ എന്താണ് ഗുണം? അവർക്ക് വലിയ സ്ഥാനം കിട്ടും. സ്ഥാനം കിട്ടിയാൽ എന്താണ് ഗുണം? അവര് ശുശ്രൂഷിക്കപ്പെടും എന്നതാണ് അതിന്റെ സ്ഥാനം. ഒന്നാമനാകുക. അപ്പോൾ ഈശോ പറയുകയാണ്, നിങ്ങൾ ശുശ്രൂഷിക്കപ്പെടാനല്ല ആഗ്രഹിക്കേണ്ടത്, ശുശ്രൂഷിക്കപ്പെടാനുള്ള നിങ്ങളുടെ അവകാശം എന്ത് ചെയ്യണം? അതിന്റെ ആഗ്രഹം എന്ത് ചെയ്യണം? പ്രിയപ്പെട്ടവരെ, എല്ലാ മനുഷ്യർക്കും എന്തിനാഗ്രഹമുണ്ട്? ശുശ്രൂഷിക്കപ്പെടാൻ ആഗ്രഹമുണ്ട്. ഒരു കുഞ്ഞിന് മുതല് മരിക്കാൻ കിടക്കുന്ന ആൾക്ക് വരെ എന്തിനാഗ്രഹമുണ്ട്? രണ്ടുമുണ്ട്. ആഗ്രഹമുണ്ട്, അവകാശമുണ്ട്. അപ്പോ ഒരു കൊച്ച്, ഒരു 3 മാസം പ്രായമുള്ള കുഞ്ഞാണെന്ന് വിചാരിക്കുക. കുഞ്ഞ് ഇങ്ങനെ കിടക്കുമ്പോ കുഞ്ഞ് എഴുന്നേറ്റു. കുഞ്ഞ് ഉറങ്ങായിരുന്നു. പാലൊക്കെ കുടിച്ച് വയറ് നിറച്ചിട്ട് കുഞ്ഞ് ഉറങ്ങായിരുന്നു. ഉറക്കമൊക്കെ കഴിഞ്ഞ് കുഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ ആരെയും കാണുന്നില്ല. എന്ത് ചെയ്യും കുഞ്ഞ്? എന്തിനാ കരയുന്നത്? എന്നെ ആരെങ്കിലും ഒന്ന് എടുക്കേ അല്ലേ? എടുക്കാൻ പറയണ എന്തിനാണ്? അവിടെ കിടന്നാ പോരെ, വല്ല കുഴപ്പമുണ്ട്? ഇനി കാലത്ത് ചോറ് തിന്നാല്, ഇനി ഉച്ചക്ക് തിന്നാ പോരെ? അല്ലെങ്കിൽ 2 മണിക്കൂർ മുമ്പ് പാല് കുടിച്ചാ പോരെ? കുടിച്ചാൽ ഇപ്പൊ വിശക്കുന്നൊന്നുമില്ലല്ലോ അവിടെ. ഇല്ല, വിശക്കുന്നൊന്നുമില്ല. എന്നാലും എന്നെ ഒന്ന് എടുക്ക്. കുഞ്ഞിനെന്തുണ്ട്? കെയർ ചെയ്യപ്പെടാനുള്ള ആഗ്രഹമുണ്ട്. എന്നെ ആരെങ്കിലും ഒന്ന് എടുക്കണം, ആരെങ്കിലും ഒന്ന് വന്ന് എടുത്ത് പാടിക്കഴിയുമ്പോ കുഞ്ഞെന്തായി? കംഫർട്ടബിൾ ആയി. പാല് കൊടുത്തോ? ഇല്ല, പാലിന്റെ ആവശ്യമില്ല. വേറെ എന്തെങ്കിലും കൊടുത്തോ? ഒന്നും കൊടുത്തിട്ടില്ല. ശുശ്രൂഷിക്കപ്പെടാൻ ആർക്കാഗ്രഹമുണ്ട്? ഇനി ഈ കുഞ്ഞ് തന്നെ കുറച്ച് വളർന്നു, ഒരു 3 വയസ്സായി. 3 വയസ്സായപ്പോഴേക്കും അടുത്ത കൊച്ച് ജനിച്ചു. അപ്പോ അമ്മ അടുത്ത കൊച്ചിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കൊച്ച് കുറച്ചു നേരം ഇങ്ങനെ നോക്കി. അത് കഴിഞ്ഞിട്ട് കൊച്ചു പാല് കുടിച്ച് കഴിയുന്നവരെ കാത്തു നിന്നു. അത് കഴിഞ്ഞിട്ട് അമ്മ എന്നെ എടുക്കെന്ന് പറഞ്ഞ് മറ്റേ കൊച്ചിനെ എങ്ങനെയെങ്കിലും താഴ്ത്തു വെപ്പിച്ചിട്ട് കയറിയിരിക്കുന്നപ്പോ ആശ്വാസമായി. അല്ലേ? കുഞ്ഞിന് എന്തിനാഗ്രഹമുണ്ട്?
ഇത്രയും നാൾ ഞാനാണ് ആ മടിയിൽ ഇരുന്നത്, ഇപ്പോൾ വേറൊരു സാധനം വന്ന് കയറിയിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ എനിക്ക് എന്നെ എന്ത് ചെയ്യണം? കെയർ. അപ്പോൾ ഈ ശുശ്രൂഷിക്കപ്പെടാനുള്ള ആഗ്രഹം എവിടെ നിന്ന് തുടങ്ങുന്നതാണ്? അത് ജനിക്കുമ്പോൾ മുതൽ തുടങ്ങുന്നതാണ്. ഇനി മരിക്കാൻ കിടക്കുമ്പോഴാ, എടീ നീ ഇത് എവിടെ പോയി കിടക്കാണ്? അല്ല വല്ലതും വേണോ? അല്ല നീ എൻ്റെ അടുത്തൊന്നും ഇരിക്കേ. അച്ഛൻ ഓർക്കാണ്, അപ്പച്ചൻ വിളിക്കാണ് അമ്മച്ചിനെ, ഞങ്ങളൊക്കെ അടുത്തിരിക്കുന്നുണ്ട്. എൽസി എവിടെ? വല്ലതും വേണോ? ഇല്ല. അല്ല ഇവിടെ ഒന്നൊന്ന് ഇരിക്കേ. അടുത്തിരിക്കണം, കയറി. നിങ്ങളൊക്കെ ഇത് എവിടെ പോയിരിക്കാണ്? എൻ്റെ അടുത്ത് വന്നിരിക്കാൻ അല്ലേ? നമുക്ക് അപ്പൊ മരിക്കാനായിരിക്കുന്ന സമയത്ത് എന്താഗ്രഹമുണ്ട്? ശുശ്രൂഷിക്കപ്പെടാനും ആഗ്രഹമുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ ഈശോ പറയുകയാണ്, നിങ്ങൾ ഈ ആഗ്രഹത്തെ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള ഒരു നീഡാണ്, അല്ലെങ്കിൽ ഒരു ഡിസയറാണ്, അല്ലെങ്കിൽ ഒരു പരിധിവരെ ഒരു അവകാശമാണ് കെയർ ചെയ്യപ്പെടുക എന്ന് പറയുന്നത്. കുഞ്ഞിന്റെ അവകാശമല്ലേ? അല്ലെങ്കിൽ ഭാര്യയുടെ ഒരു അവകാശമല്ലേ ഭർത്താവ് കെയർ ചെയ്യാന്നുള്ളത്? ഭർത്താവിന്റെ ഒരു അവകാശമല്ലേ ഭാര്യ കെയർ ചെയ്യാന്നുള്ളത്? അച്ഛൻ കഴിഞ്ഞ ഒരു കൺവെൻഷന് പോയപ്പോ ഒരു സഹോദരിയെ കണ്ടു. 18 വർഷമായി ഈ സഹോദരിയുടെ 3ാമത്തെ ഡെലിവറിയുടെ സമയത്ത്, 18 വർഷം മുമ്പ്, ഈ സഹോദരിയുടെ സ്പൈനൽ കോഡിന് കാര്യമായ ഒരു പ്രശ്നം സംഭവിച്ചു. അന്ന് മുതൽ, ഈ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം മുതൽ ഇവരുടെ അരക്കെട്ടിന് താഴെ തളർന്നുപോയി. 18 വർഷമായി. അപ്പൊ അരക്കെട്ടിന് താഴെയുള്ള മസിൽസ് ഒക്കെ അൺകൺട്രോൾഡ് ആണ്. അപ്പോൾ മോഷൻ പോകുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, യൂറിൻ പോകുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പിന്നെ കാല് അനങ്ങുന്നില്ല എന്നുള്ളത് ഓക്കെ. അപ്പൊ അന്ന് മുതൽ ഇവര് ഈ പാമ്പേഴ്സ് ഉപയോഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 18 വർഷമായിട്ട് ഇവരുടെ ഭർത്താവാണ് ഇത് ഇവർക്ക് വേണ്ടി മാറ്റി കൊടുക്കുന്നത്. ഭർത്താവിന് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. ഭർത്താവ് അത് റിസൈൻ ചെയ്തിട്ട് വീടിനടുത്ത് തന്നെ ചെറിയൊരു കടയിട്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഭാര്യ എപ്പോൾ വിളിക്കുമോ അപ്പോൾ, കാരണം എപ്പോഴാണ് ഒരു ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. യൂറിൻ പോയി, ഇത് മാറ്റണം, ഭാര്യ വിളിക്കും, ഭർത്താവ് ഓടിയെത്തണം. അല്ലെങ്കിൽ മോശം പോയി, അപ്പോ ഭാര്യ ഫോൺ ചെയ്യും, വരണം. വരുന്നു, ഭർത്താവ് മാറ്റുന്നു. 18 വർഷം. അച്ഛൻ ചോദിക്കട്ടെ, ഭർത്താവിന് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഭർത്താവിന് ഒരു അവകാശമില്ലേ? എനിക്ക് വേണ്ടി അല്ലേ? ഒരു സഹോദരൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എന്റെ കല്യാണം നടക്കാൻ പ്രാർത്ഥിക്കണം അച്ഛാ. അച്ഛൻ ചോദിച്ചു, ഇത്തിരി പ്രായമുള്ള ആളാണെന്ന് തോന്നിയോണ്ട് അച്ഛൻ ചോദിച്ചു, ചേട്ടന് ഇപ്പൊ എത്ര വയസ്സായി? അച്ഛനൊന്ന് പ്രാർത്ഥിക്കച്ഛ, എന്റെ കല്യാണം നടത്താൻ. എനിക്കൊരു ചായ എടുത്തെങ്കിലും തരാൻ ആരെങ്കിലും വേണ്ടേ? ഓക്കെ, എത്ര വയസ്സായി? 60 വയസ്സായി അച്ഛാ. 60 വയസ്സായി. അപ്പൊ ചേട്ടന് ഭയങ്കര ആഗ്രഹമാണ്, എന്താണ്? കല്യാണം നടക്കുക. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു വെള്ളം എടുത്ത് തരണ്ടേ, ഒരു ചായ എടുത്ത് തരണ്ടേ, ചോറ് കഞ്ഞി കോരി ആരെങ്കിലും. അപ്പോ നമുക്ക് എന്ത് ആഗ്രഹമുണ്ട്? ശുശ്രൂഷിക്കപ്പെടാൻ ആഗ്രഹമുണ്ട്. നേരത്തെ ആദ്യം പറഞ്ഞ കഥയില് ആ ഭർത്താവിന് എന്ത് അവകാശമുണ്ട്? ശുശ്രൂഷിക്കപ്പെടാൻ. പക്ഷേ ഈ അവകാശത്തെ എന്താക്കി മാറ്റിയിരിക്കുകയാണ്? ശുശ്രൂഷിക്കാനുള്ള അവകാശമാക്കി മാറ്റിയിരിക്കുകയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോ ഈശോ പറഞ്ഞത് കേട്ടോ, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനുമായിരിക്കണം. ഹല്ലേലൂയ. ഇല്ലേ? അമ്മച്ചിയുടെ കൈയൊടിഞ്ഞിരിക്കുകയാണ്. കൈയൊടിഞ്ഞിരിക്കുന്ന ഇടത്തെ കൈയാണോ വലതേ കൈ ഒടിഞ്ഞിരിക്കുകയാണ്. വലതേ കൈ ഒടിഞ്ഞിരിക്കുമ്പോഴും അമ്മച്ചി കാലത്ത് തന്നെ എഴുന്നേറ്റ് എങ്ങോട്ട് പോവുകയാണ്? പള്ളിയിലേക്കല്ല, അടുക്കളയിലേക്ക് പോവുകയാണ്. കൈയൊടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട് ഇങ്ങനെ ഇട്ടിരിക്കുമ്പോഴും
അപ്പച്ചന് ചായ ഉണ്ടാക്കി കൊടുക്കാൻ അടുക്കളയിലേക്ക് പോകുന്നു. ഒരു കൈ കൊണ്ട് കത്തിക്കുന്നു, അല്ലെങ്കിൽ ചായപ്പൊടി ഇടുന്നു, തിളപ്പിക്കുന്നു, ഗ്ലാസ്സിലാക്കി കൊടുക്കുന്നു. രണ്ട് കൈയും ഫ്രീ ആയിട്ടുള്ള അപ്പച്ചൻ ചായ മേടിച്ച് കുടിക്കുന്നു. ഹല്ലേലൂയ അല്ലേ? ആണോ? കൈ ഒടിഞ്ഞാലും കാലൊടിഞ്ഞാലും വെച്ചാൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്തൊരു സന്തോഷം പ്രിയപ്പെട്ടവരെ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ജീവിതം, അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പറയുന്നത് അച്ഛൻ ഓർക്കുന്നൊരു കാര്യമാണ്. ഞങ്ങൾ ഒരു ട്രെയിൻ യാത്രയിലാണ്. നിങ്ങൾക്കറിയാം, ആനി സിസ്റ്ററിനെ അറിയാം. ആനി സിസ്റ്ററിന്റെ നിത്യവ്രത വാഗ്ദാനത്തിന് വേണ്ടി ട്രെയിൻ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ട്രെയിൻ യാത്രയിൽ എല്ലാവർക്കും ടിക്കറ്റ് ഉണ്ട്. ഒരു ബെർത്ത് കുറവാണ് കൺഫേംഡ് ആയതിൽ. അപ്പോൾ പിള്ളേരൊക്കെ മുകളിലൊക്കെ ബെർത്തിലൊക്കെ കയറി കിടന്നു. താഴത്ത് 2 ബെർത്തുണ്ട്. അതിൽ 2 അമ്മൂമ്മമാരുണ്ട്. അവരെ കിടത്തി. തലേ ദിവസവും അതിന്റെ തലേ ദിവസവും ഒക്കെ അമ്മിച്ചിയാണ് വീട്ടിൽ നിരന്തരമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നിത്യവ്രത വാഗ്ദാനത്തിന് പോകുമ്പോൾ കയ്യും വീശി പോകാൻ പറ്റില്ല. അച്ചപ്പം ഉണ്ടാക്കണം, ഉണ്ണിയപ്പം ഉണ്ടാക്കണം, അതുണ്ടാക്കണം. അതൊക്കെ ഇങ്ങനെ പെട്ടി നിറയെ ഉണ്ടാക്കി ഒക്കെ കൊണ്ടുപോകണം. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി ഒരു നിമിഷം, പിന്നെ ട്രെയിൻ യാത്രയ്ക്ക് പോകുമ്പോൾ യാത്രയിൽ എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അതൊക്കെ ഇലയിൽ പൊതിഞ്ഞ്, അപ്പോൾ 2 ദിവസമായിട്ട് ഈ പാവത്തിന് ഒരു ശ്വാസം എടുക്കാൻ പറ്റാത്ത വിധത്തിൽ ജോലി ഉണ്ടായിരുന്നു. അവസാനം വന്ന് ഇരിക്കാന്ന് വിചാരിക്കുന്നത് എവിടെയാണ്? ട്രെയിനിലാണ്. ട്രെയിനിൽ വന്നിരുന്നു. എല്ലാവരും ഭക്ഷണമൊക്കെ എടുത്തു കൊടുത്തു. അപ്പോൾ ഇനി ബെർത്ത് നോക്കുമ്പോൾ ബെർത്തില്ല. ഒരെണ്ണം കുറവല്ലേ? അപ്പോൾ താഴത്ത് അമ്മച്ചിക്ക് മുകളിലും കയറി കിടക്കാൻ പറ്റില്ല. അപ്പൊ താഴത്ത് അമ്മൂമ്മമാര് 2 പേര് കിടന്നു കഴിഞ്ഞു. കൂർക്കം വലി തുടങ്ങി. അപ്പോ അമ്മച്ചിക്ക് പിന്നെ എവിടെയാണ് സ്ഥലം? താഴത്താണ്. ഹല്ലേലൂയ. താഴത്ത് ഈ തണുപ്പടിക്കുന്നത് കൊണ്ട് ഇരിക്കാനും പറ്റില്ല, കിടക്കാനും പറ്റില്ല. രാത്രി മുഴുവനും ഉറങ്ങാതെ ഏതോ മൂലയിൽ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. ശരിക്കു പറഞ്ഞാൽ വിശ്രമിക്കാനായിട്ട് ഏക അവകാശമുള്ള ഒരാൾ ആരാണ്? ഈ അമ്മയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ശുശ്രൂഷിക്കപ്പെടാനുള്ള അവകാശം ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അറിയാതെ നമ്മൾ ഉപേക്ഷിക്കുകയാണ്. പക്ഷെ നമ്മുടെയൊക്കെ നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എന്തോരം പ്രശ്നങ്ങളാണ്. കല്യാണം വിളിച്ചപ്പോൾ എന്നെ വേണ്ടതുപോലെ ബഹുമാനിച്ചില്ല എന്ന് പറഞ്ഞ് കല്യാണത്തിന് പോകാത്തവരില്ലേ? ഉണ്ട്. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോ, കെട്ടിക്കാൻ പോകാൻ എല്ലാവരും വരണമെന്ന് പറഞ്ഞില്ല. ഞങ്ങളുടെ വീട്ടിലെ കല്യാണത്തിന് എല്ലാവരോടും കെട്ടിക്കാൻ പോകണമെന്ന് പറഞ്ഞതാണ്. എന്നിട്ട് അവരുടെ വീട്ടിലെ കല്യാണം വന്നപ്പോൾ നമ്മളോട് 2 പേരോട് പോകാൻ പറഞ്ഞു. ഇത് ഞങ്ങളെ അപമാനിക്കലാണ് എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുകയും കല്യാണത്തിന് പോകാതിരിക്കുകയും ചെയ്തവരുള്ളത് ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിൽ. ഹല്ലേലൂയ. ബൂത്ത് പിടിച്ചവര് മാത്രമല്ല കല്യാണത്തിന് പോകാത്തവർ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മറ്റൊരു ഉദാഹരണം കൂടി പറഞ്ഞ് അച്ഛൻ ഈ ടോപ്പിക്കിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് വളരെ ലൈറ്റായിട്ട്, ഇത്തിരി കട്ടി കൂടിയതാണെന്ന് പറയാനുള്ളത്, അതുകൊണ്ട് ലൈറ്റായിട്ട് പോകുന്നു എന്നുള്ളൂ. കല്യാണത്തിന്റെ പർച്ചേസിങ്ങിന്റെ ചർച്ചയാണ്. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല. എൻഗേജ്മെന്റിന് മുമ്പ് ഉള്ള ഒരു ചർച്ചയിലാണ് സാധനങ്ങൾ, സ്വർണം എവിടെ നിന്ന് മേടിക്കണമെന്നാണ് ചർച്ച. അപ്പോൾ പെണ്ണിന്റെ പാർട്ടിക്കാര് പറഞ്ഞു, അച്ഛനൊരു ഉദാഹരണത്തിന് പറയുന്നതാണ്, 2 കടകളുടെ പേര്, നിങ്ങളത് കാര്യമായിട്ട് എടുക്കണ്ട. ഇവിടെ ഇല്ലാത്ത കടകളുടെ പേര്. ഒരാൾ പറഞ്ഞു ജോയ് ആലുക്കാസിന്ന് മേടിക്കാന്ന് പറഞ്ഞു. വേറൊരാൾ പറഞ്ഞു ജോസ് ആലുക്കാസിന്ന് മേടിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇവര് പറഞ്ഞു, പെണ്ണിന്റെ വീട്ടുകാര് പറഞ്ഞു, ഇല്ല ഞങ്ങൾക്ക് ജോയ് ആലുക്കാസിന്ന് തന്നെ മേടിക്കണമെന്ന്. അപ്പോ ചെറുക്കന്റെ വീട്ടുകാർ പറഞ്ഞു, ഞങ്ങളുടെ സ്വന്തക്കാരൊരാൾ മറ്റേ ഷോപ്പിലുണ്ട്, അവിടെ നിന്ന് മേടിച്ച അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് ഇത് പറഞ്ഞ് പ്രിയപ്പെട്ടവരെ വഴക്കായി. ഈ പെണ്ണിന്റെ വീട്ടുകാര് കല്യാണം വന്ന സമയത്ത് തന്നെ
നേരത്തെ പറഞ്ഞ ഷോപ്പിൽ കൊണ്ടുപോയി കുറച്ച് ഓർഡർ ചെയ്ത് നേരത്തെ ബുക്ക് ചെയ്തൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വില കൂടുതലല്ലേ, അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്താൽ പഴയ വിലയിൽ തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവസാനം അത് ചെറുക്കൻ്റെ വീട്ടുകാരുടെ ആവശ്യം അംഗീകരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അവസാനം എന്നാ ശരി, അവിടെ നിന്ന് അങ്ങനെ ആയിക്കോട്ടെ. ഇവര് വീട്ടിൽ പോയി, ചെറുക്കൻ്റെ വീട്ടുകാർ വീട്ടിൽ പോയിട്ട് പിന്നെ അവിടെ ഇരുന്ന് ചർച്ചയാണ്. എന്നാലും നമ്മൾ പറഞ്ഞ സ്ഥലത്തുനിന്ന് അവർ അംഗീകരിച്ചില്ലല്ലോ. എന്നിട്ട് അവിടെ തീരുമാനിക്കുകയാണ്, നിങ്ങൾ പർച്ചേസിങ്ങിന്റെ ഷോപ്പിങ്ങിന്റെ അന്ന് അവർ പറയാണ്, ഞങ്ങൾ വരുന്നില്ല പർച്ചേസിങ്ങിന്, നിങ്ങൾ എവിടെ നിന്നാണെന്ന് വെച്ചാൽ എന്തെങ്കിലും എടുത്തോ, ഞങ്ങൾ നാണം കെട്ട് വരുന്നില്ല. നിങ്ങൾ പറഞ്ഞ സ്ഥലത്തുനിന്ന് എടുക്കാൻ ഞങ്ങൾ നാണം കെട്ട് വരുന്നില്ല. പ്രിയപ്പെട്ടവരെ, അച്ഛൻ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞതാണ്. അങ്ങനെ ഒരു ചെറിയ കാര്യത്തിന് പോലും താഴ്ന്നു കൊടുക്കാൻ മനസ്സില്ലാത്ത നമ്മളോടാണ് ജീവൻ തന്നെ ഉപേക്ഷിക്കാൻ പറയാൻ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവര് പറയാണ്, നിങ്ങൾ ഞങ്ങളെ അപമാനിച്ചു. അവസാനം ഉണ്ടല്ലോ, എന്ത് പറ്റിയെന്നറിയാവോ? ഇതിന്റെ പേര് പറഞ്ഞ് ആ കല്യാണം ഒഴിഞ്ഞുപോയി. കല്യാണം ഒഴിഞ്ഞുപോയി. അപ്പോൾ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 33 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങൾ ഇനി വായിച്ച വളരെ വ്യക്തമായിട്ട് അത് മനസ്സിലാവും. ഒന്ന് വായിച്ച്. അവർ പിന്നീട് കഫർനാമിലെത്തി. അവർ വീട്ടിലായിരിക്കുമ്പോൾ അവരോട് ചോദിച്ചു, വഴിയിൽ വെച്ച് എന്തിനെ കുറിച്ചാണ് നിങ്ങൾ തമ്മിൽ തർക്കിച്ചിരുന്നത്? എന്തുകൊണ്ടാണ് കല്യാണം ഒഴിഞ്ഞു പോയെന്ന് ചോദിച്ചപ്പോ രണ്ടുപേരും മിണ്ടയില്ല. നിങ്ങൾ എന്തിനെ കുറിച്ചാണ് തർക്കിച്ചിരുന്നത്? എന്നിട്ട് വായിച്ചേ. അവർ നിശബ്ദരായിരുന്നതേയുള്ളൂ, കാരണം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെ കുറിച്ചാണ് വഴിയിൽ വെച്ച് അവർ തർക്കിച്ചത്. ഹല്ലേലൂയ. തർക്കം മുഴുവനും എന്തിനെ കുറിച്ചായിരുന്നു? എല്ലാ തർക്കങ്ങളിലും പ്രിയപ്പെട്ടവരെ, എന്തിനാ തർക്കിക്കുന്നെന്ന് ചോദിച്ചാൽ ആരാണ് ശരിയെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ തർക്കങ്ങളും. സാധാരണ രീതിയിൽ ചർച്ചകളല്ല. ചർച്ചകളില് ചിലപ്പോ ഒരാൾ പറഞ്ഞു, അതിലും കുറച്ചുകൂടെ വലിയൊരു കാര്യം പറഞ്ഞു, ഒരു സംവാദമൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ കൂടുതൽ ശരി ഏതാണെന്ന് വെളിപ്പെട്ട് കിട്ടുന്ന സംവാദങ്ങളുണ്ട്. അത് നല്ലതാണ്, സംവാദങ്ങളുണ്ട്. പക്ഷേ തർക്കങ്ങള് നമ്മളെ ഓരോടത്തും എത്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ. എന്നിട്ട് ഈശോ പറഞ്ഞു, അവൻ ഇരുന്നിട്ട് 12 പേരെയും വിളിച്ചു പറഞ്ഞു, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമാകണം. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞങ്ങള് ഇങ്ങനെ യാത്ര ചെയ്ത് പോരുമ്പോ തൃശ്ശൂരിന്ന് കൺവെൻഷൻ കഴിഞ്ഞ് തിരിച്ചു പോരുകയാണ്. അപ്പോൾ വഴിയിൽ വെച്ച് ഒരു ചേട്ടൻ മുറ്റമടിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ബെന്നിച്ചേട്ടൻ പറഞ്ഞു, ഭാര്യയോട് നല്ല സ്നേഹമുള്ള ചേട്ടൻ മുറ്റമടിക്കുന്ന കൊടുക്കുന്നു. ചില ആളുകൾ ഇറച്ചി മീനും നുറുക്കി കൊടുക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോ ഭർത്താക്കന്മാര് ചില ആള് അങ്ങനെ പറയാതെ, അതൊക്കെ നിന്റെ ജോലിയാണെന്ന് പറയാതെ ഭാര്യയെ അടുക്കള ജോലിയിൽ ശുശ്രൂഷിക്കുന്ന ഭർത്താവ് എന്ത് ചെയ്യുന്ന ഭർത്താവാണ്? ശുശ്രൂഷകനായി മാറുന്ന ഭർത്താവാണ്. ഹല്ലേലൂയ. അപ്പോൾ അതുപോലെ പരസ്പരം ശുശ്രൂഷിക്കുന്നവരായി നമ്മൾ കുടുംബത്തിൽ മാറുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആരെ പോലെയാകുന്നത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ശുശ്രൂഷിക്കപ്പെടാനുള്ള അവകാശം ഉപേക്ഷിക്കുക.
ഭാര്യ കാലത്ത് ഭാര്യയ്ക്കും കാലത്ത് ജോലിക്ക് പോകണം, ഭർത്താവിനും ജോലിക്ക് പോകണം, അതിനുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം, അതിനുള്ളിൽ പിള്ളേരുടെ ഡ്രസ്സ് ശരിയാക്കണം, പുസ്തകം എടുത്തു കൊടുക്കണം. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഭർത്താവ് പേപ്പറും വായിച്ചുകൊണ്ടിരിക്കുമ്പോ എടി ചായ ഇങ്ങോട്ടെടുത്ത്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷകനാകണം. ഒരു വിവാഹമോചനത്തിന്റെ കേസ് വന്നത് അച്ഛൻ ഓർക്കാണ്. അപ്പൊ ഈ പെൺകുട്ടി പറയാണ്, അച്ഛാ ഒരു കുഴപ്പമില്ല, എന്നെ ഒരു കാര്യത്തില് സഹായിക്കുകയില്ല, അതാണ് കുഴപ്പം. അടുക്കളയിൽ ജോലിയിലോ തുണി അലക്കുന്ന കാര്യത്തിലോ. വിദേശത്താണ് രണ്ടുപേരും, വിദേശത്താണ്. പക്ഷെ ഒരു കാര്യത്തില് സഹായിക്കുകയില്ല. അതുകൊണ്ട് എനിക്കിനി വിവാഹബന്ധം തുടരാൻ താല്പര്യമില്ല. ശുശ്രൂഷിക്കപ്പെടണമെന്ന ആഗ്രഹം വെച്ച് മാത്രം മുന്നോട്ട് പോകുകയാൽ പ്രിയപ്പെട്ടവരെ, ബന്ധങ്ങൾ നിലനിൽക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈശോ തന്നെ കുറിച്ച് തന്നെ പറയുകയാണ്, ഞാൻ ആരാണ്? ഞാൻ ശുശ്രൂഷിക്കുന്നവനാണ്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 26-ഉം 27-ഉം തിരുവചനങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 26-ഉം 27-ഉം തിരുവചനങ്ങൾ വായിക്കാം. എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം. തുടർന്ന് വായിച്ചോ. ആരാണ് വലിയവൻ? ഭക്ഷണത്തിനിരിക്കുന്നവനോ പരിചരിക്കുന്നവനോ? ഭക്ഷണത്തിനിരിക്കുന്നവനല്ലേ. ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെയാണ്. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെയാണ്. ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പരിചരിക്കുന്നവരെ പോലെ ആകാത്തത് കൊണ്ടാണ് കൊലപാതകം വരെ നടക്കുന്നത്. 2 ദിവസം മുമ്പ് അച്ഛൻ്റെ നാട്ടിലെ ഒരു പെൺകുട്ടിയെ, 19 വയസ്സുള്ള പെൺകുട്ടിയെ, അച്ഛൻ്റെ നാടെന്ന് പറയുമ്പോൾ തിരുത്തിപ്പുറം മാത്രമായിട്ട് നിങ്ങൾ വിചാരിക്കണ്ട, എറണാകുളം ജില്ല എന്ന് വിചാരിച്ചാൽ മതി നിങ്ങൾ. അപ്പോ 19 വയസ്സുള്ള BBA പഠിക്കുന്ന, BB ഏവിയേഷൻ എന്തോ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ 21 വയസ്സുള്ള പെൺകുട്ടിയുടെ പേര് ചിത്ര എന്നാണ്. 21 വയസ്സുള്ള അലൻ എന്ന് പറയുന്ന അവളുടെ സുഹൃത്ത് എന്ന് പറയാം, വേറെ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം. സുഹൃത്ത് തലക്കടിച്ച് കൊന്നു. അപ്പോ ഇവൾ ഉറങ്ങിക്കിടന്ന ചിത്രയുടെ അടുത്ത് എന്ന് അവൻ തലയടിച്ച് കൊന്നതല്ല, അവൾ അവന്റെ കൂടെ ഇറങ്ങിപ്പോവുകയും അവന്റെ ബൈക്കിന്റെ പുറകിൽ കയറി, അല്ലേ, വിക്രവും വേതാളവും ഇരിക്കുന്നത് പോലെ ഇരുന്ന് കറങ്ങി നടന്ന് ഒരു സ്ഥലത്ത് ഇവരിരുന്ന് കൂൾ ഡ്രിങ്ക്സ് കഴിച്ചു. രണ്ടുപേരും ഓരോ കൂൾ ഡ്രിങ്ക്സ് കഴിച്ചതിന് ശേഷം അവൻ ഒരു ഹോട്ട് ഡ്രിങ്ക് കൂടെ കഴിച്ചു. അതിനുശേഷം ഇവര് തമ്മിൽ ഒരു തർക്കം. ഞാൻ വിളിക്കുമ്പോ നീ ഫോൺ എടുക്കാത്തത് എന്താണ്? അത്രേ ഉള്ളൂ. ഞാൻ വിളിക്കുമ്പോ നിന്റെ ഫോൺ പലപ്പോഴും എൻഗേജ്ഡ് ആണ്, എന്നെ കൂടാതെ നീ വേറെ ആരെയാണ് വിളിക്കുന്നത്. അവള് പറഞ്ഞിട്ടുണ്ടാവും, എന്റെ ചേട്ടാ എന്റെ വീട്ടിൽ നിന്ന് വിളിക്കൂലേ, പലരും വിളിക്കൂലേ, അത് എടുക്കണ്ടേ. ഞാൻ വിളിക്കുമ്പോ നിന്റെ ഫോൺ എൻഗേജ്ഡ് ആകാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞിട്ടുണ്ടാവും, അതൊന്നും പറ്റുന്നില്ല. അങ്ങനെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കല്ലെടുത്ത് ഈ ആൺ ഫ്രണ്ട് പെൺ ഫ്രണ്ടിനെ തലക്കടിച്ച് കൊന്നു എന്നാണ് കേസ്. അവൻ തന്നെ ഏറ്റു പറഞ്ഞതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷിക്കപ്പെടണം. ഞാൻ എന്ത് ചെയ്യപ്പെടണം?
ശുശ്രൂഷിക്കപ്പെടണം, ഞാൻ വിഷ് ചെയ്യപ്പെടണം. ഒരാള് വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ക്വിറ്റ് ചെയ്യാണ്. എന്താണ്? എന്റെ ബർത്ത്ഡേക്ക് ആരും വിഷ് ചെയ്തില്ല, അതുകൊണ്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ എനിക്ക് തുടരാൻ. അപ്പോൾ ഞാൻ ശുശ്രൂഷിക്കപ്പെടണം. ഇതിങ്ങനെ പരിശോധിച്ച് പോയാലുണ്ടല്ലോ എവിടെയെങ്കിലും ഒക്കെ ചെല്ലും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത് കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ എന്ന് പറയുന്ന വലിയൊരു വിശുദ്ധനെ കുറിച്ചാണ്. നമ്മുടെ ഗ്രോട്ടോയുടെ അങ്ങേ അറ്റത്ത് ഉണ്ണീശോയുടെ വലതുവശത്ത് നിൽക്കുന്ന വിശുദ്ധനാണ് കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ എന്ന് പറയുന്ന വിശുദ്ധൻ. ആത്മപരിത്യാഗത്തെ കുറിച്ച് തിരുസഭയിൽ ഇന്നേ വരെയുള്ള പഠനങ്ങളിൽ ഏറ്റവും ഗഹനവും ഏറ്റവും സുതാര്യവുമായ ഏറ്റവും പോപ്പുലറായിട്ടുള്ള പഠനങ്ങൾ തിരുസഭയിൽ അവതരിപ്പിച്ച വിശുദ്ധനാണ് സെയിന്റ് ജോൺ ഓഫ് ദ ക്രോസ്. കൈയടിച്ച് നന്ദി പറയാം. അപ്പോൾ നമ്മൾ ഈ പഠനത്തിന്റെ ഭാഗമായി യാത്ര ചെയ്യുമ്പോൾ വളരെ ദൈവപരിപാലനയുടെ ഭാഗമായിട്ട് ഇതിങ്ങനെ വന്നു കയറുകയാണ്. കാരണം അടുത്ത ഞായറാഴ്ച 14-ാം തീയതി കുരിശിന്റെ വിശുദ്ധ യോഹന്നാന്റെ തിരുനാളാണ്. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ അച്ഛന്മാര് ഈ തിരുനാളിന് വേണ്ടിയിട്ടുള്ള നൊവേന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. കുരിശിന്റെ വിശുദ്ധ യോഹന്നാന്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ തിരുസഭയില് 38 വേദപാരംഗതരാണുള്ളത്. 10,000-ഓളം വിശുദ്ധരുണ്ടെങ്കിലും 38 വേദപാരംഗതരാണുള്ളത്. അതിൽ 4 പേര് സ്ത്രീകളാണ്. ബാക്കി 34 വേദപാരംഗതരിൽ ഒരാളാണ് കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ. കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 38 പേരിൽ ബാക്കി രണ്ട് പേര് കൂടെ നമ്മുടെ സ്വന്തമാണ്. മറ്റൊരാൾ അമ്മ ത്രേസ്യയാണ്, വേറൊരാൾ കൊച്ചു ത്രേസ്യയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട ആ പ്രാധാന്യം എന്ന് പറയുന്നത്. ഈ കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ 1542 ജനിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പിതാവ് ഒരു പട്ടുവസ്ത്ര വ്യാപാരിയായിരുന്നു. അങ്ങനെ പട്ടുവസ്ത്രം വിൽക്കാനൊക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരു തയ്യൽക്കാരി സ്ത്രീയുടെ അടുത്ത് പോകുമായിരുന്നു. ഇദ്ദേഹത്തിന് ആ തയ്യൽക്കാരിയോട് ഒരു ഇഷ്ടം തോന്നുകയും അവരെ കല്യാണം കഴിക്കുകയും ചെയ്തു. തയ്യൽക്കാരിയായ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീയെ വിവാഹം കഴിച്ചത് കൊണ്ട് ഇദ്ദേഹത്തിന്റെ അപ്പനെ വീട്ടുകാര് വീട്ടിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ ദാരിദ്ര്യമായി. അപ്പൻ പണക്കാരനായിരുന്നെങ്കിലും ദാരിദ്ര്യമായി. സെന്റ് ജോൺ ഓഫ് ദ ക്രോസിന് 3 വയസ്സുള്ളപ്പോ അപ്പം മരിച്ചു, അത് പോയി. 5 വയസ്സുള്ളപ്പോ ഒരു ചേട്ടനുണ്ടായിരുന്നു, ചേട്ടനും മരിച്ചു. അങ്ങനെ ഈ അമ്മയും സെന്റ് ജോൺ ഓഫ് ദ ക്രോസും ഒരു അനിയനും കൂടെ നാട് വിട്ട്, അന്ന് താമസിച്ചിരുന്ന സ്ഥലം വിട്ടിട്ട് വേറെ നാട്ടിലേക്ക് പോകേണ്ട വന്നു. അങ്ങനെ ദാരിദ്ര്യം നിറഞ്ഞ ബാല്യകാലം. ഒരു ഹോസ്പിസിൽ, അതായത് ഈ വളരെ പകരുന്ന രോഗങ്ങളും ഉപേക്ഷിക്കപ്പെട്ട പാലിയേറ്റീവ് കെയർ പോലെയൊക്കെയുള്ള ഒരു ആശുപത്രിയിൽ ഇദ്ദേഹം ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. അവിടെ തന്നെ വേണ്ടത്ര മരുന്നില്ല, ഭക്ഷണമില്ല. അപ്പൊ ഈ സെന്റ് ജോൺ ഓഫ് ദ ക്രോസ് അദ്ദേഹത്തിന്റെ ബാല്യകാലത്ത് ചെയ്യുമായിരുന്ന ഒരു കാര്യമുണ്ട്. സ്വയം ഒരു പാത്രവുമായിട്ട് നഗരത്തിലേക്ക് ഇറങ്ങി ഭിക്ഷാടനം ചെയ്ത് രോഗികൾക്ക് വേണ്ടി ഭക്ഷണവും രോഗികൾക്ക് വേണ്ടി മരുന്നും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുള്ള പണവുമൊക്കെ ഭിക്ഷാടനം നടത്തി കൊണ്ടുവരികയും അത് ഈ രോഗികൾക്ക് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. 25-ാമത്തെ വയസ്സിൽ ഇദ്ദേഹം കർമ്മലീത്ത സഭയിൽ പുരോഹിതനായി. 26-ാമത്തെ വയസ്സിൽ അദ്ദേഹം അമ്മ ത്രേസ്യയോട് ചേർന്ന് നിഷ്പാദക കർമ്മലീത്ത സഭയുടെ പുതിയ ഒരു വിഭാഗം ആരംഭിച്ചു.
നമുക്ക് അമ്മ ത്രേസ്യ പുതിയ നിഷ്പാദക കർമ്മലീത്ത സഭയൊക്കെ ആരംഭിച്ച കാര്യം അറിയാവുന്ന ഒരു പശ്ചാത്തലം അച്ഛൻ ഗ്രാൻഡ് ചെയ്തുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പോൾ അമ്മ ത്രേസ്യയോട് ചേർന്ന് പുതിയ ഒരു വിഭാഗം ആരംഭിക്കുകയാണ്. അത് സംഭവിക്കുന്നത് 1567 1567 അത് ആരംഭിച്ചു. അങ്ങനെ നവംബർ 28 ആദ്യത്തെ സഭ സ്ഥാപിച്ചു. അതിനുശേഷം അടുത്ത കൊല്ലം അടുത്ത ആശ്രമം സ്ഥാപിച്ചു. അങ്ങനെ നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സഭയിൽ ഒരു തീരുമാനമുണ്ടാവുകയാണ്, ഇങ്ങനെ നവീകരിച്ച സമൂഹങ്ങൾ ഇനി ഉണ്ടാകരുത് എന്ന് സഭയിൽ ഒരു തീരുമാനമുണ്ടായി. പക്ഷേ അതിന് മുകളിലുള്ള ഒരു അതോറിറ്റി ന്യൂൻഷ്യോ പറഞ്ഞു, കുഴപ്പമില്ല, പിന്തുടരാം, അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇതാണ് പശ്ചാത്തലം. ഈ പശ്ചാത്തലത്തിൽ കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ നവീകരിച്ച സഭയിൽ തന്നെ തുടരുന്ന സമയത്ത് ഇദ്ദേഹം അനുസരണക്കേട് കാണിച്ചു എന്ന് പറഞ്ഞ് ഡിസംബർ മാസം 2-ാം തീയതി, അതായത് 1577 ഡിസംബർ മാസം 2-ാം തീയതി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും തൊളോദോ എന്ന് പറയുന്ന ആശ്രമത്തിൽ 40 അംഗങ്ങളുള്ള ഒരു ആശ്രമത്തിലെ ഇരുട്ടുമുറിയിൽ കൊണ്ടുവന്നിടുകയും ചെയ്യുകയാണ്. നേരത്തെ ടോയ്ലറ്റായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു മുറിയിൽ പുഴുക്കളും ആകെ ക്ലീൻ ചെയ്യാത്ത ഒരു മുറിയിൽ കൊണ്ടുവന്നിടുകയാണ്. പ്രിയപ്പെട്ടവരെ, 9 മാസക്കാലം 9 മാസം കുളിക്കാതെ, 9 മാസം ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഒരു മനുഷ്യൻ ബാർലി വെള്ളവും വെറും ചൂടുവെള്ളവും ഉണക്ക റൊട്ടിയും മാത്രം കഴിച്ച് ഈ മുറിയിൽ കഴിയുകയാണ്. ഭക്ഷണം കിട്ടിയില്ല എന്ന് കേൾക്കുമ്പോ, അല്ലെങ്കിൽ വെള്ളവും റൊട്ടിയൊക്കെ നമ്മൾ വിചാരിക്കും വെള്ളവും റൊട്ടിയെങ്കിലും കിട്ടിയല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു ദിവസം കുളിച്ചില്ലെങ്കിലുള്ള അവസ്ഥ. കാലത്ത് കുളിക്കാൻ പറ്റിയില്ല, വൈകുന്നേരവും കുളിച്ചില്ല, പിറ്റേ ദിവസം കാലത്താകുമ്പോഴേക്കും ചൊറിച്ചിലാവും. 2 ദിവസം കുളിച്ചില്ല, 3 ദിവസം, അങ്ങനെ ഓർത്തു നോക്കിക്കോ, 9 മാസം കുളിച്ചിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. 9 മാസം കുളിക്കാൻ അവർ സമ്മതിച്ചില്ല. 2, 9 മാസം ഈ ഉടുപ്പുണ്ടല്ലോ, ഈ ഉടുപ്പിന് പകരം വേറൊരു ഉടുപ്പ് കൊടുത്തില്ല. പുഴുക്കളൊക്കെയുള്ള മുറിയായിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് പുഴുക്കൾ കയറി പല ഭാഗത്തും പൊട്ടി, കുളിക്കാനും പറ്റുന്നില്ല, പൊട്ടി ഈ പഴുപ്പായി ചോര വന്നു. ഈ ഉടുപ്പ് നിറയെ ചോര നിറഞ്ഞു. ഇനി അതുകൂടാതെ ടോയ്ലറ്റിൽ പോകാൻ അനുവാദമില്ലാതിരുന്നത് കൊണ്ട് മുറിയിൽ തന്നെയാണ് ഒരു ബക്കറ്റ് വെച്ചിരുന്നത്. അത് 2, 3, 4 ദിവസങ്ങളൊക്കെ കഴിയുമ്പോഴാണ് ഈ ജയിലിന്റെ ഉത്തരവാദിത്തമുള്ള ആള് മനഃപൂർവ്വം അവിടെ നിന്ന് എടുത്ത് മാറ്റില്ല, അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറയും. അപ്പോൾ കിടക്കാൻ ഒന്നുമില്ല, ഈ ഉടുപ്പ് ഉണ്ട്. തറയില് തണുത്ത ഡിസംബർ 2-ാം തീയതി, യൂറോപ്പാണെന്ന് ഓർക്കണം. ഡിസംബർ മാസത്തില് ആരംഭിച്ച സഹനം ഓഗസ്റ്റ് 15-ാം തീയതിയാണ്. 9 മാസത്തെ തടവിന് ശേഷം അദ്ദേഹം ജയിലിൽ ചാടുകയാണ്, മരിക്കണേന് മുമ്പ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഇനി ഓരോ വെള്ളിയാഴ്ചയും ഇദ്ദേഹത്തെ ജയിലിന് പുറത്തേക്ക് ഇറക്കിയിട്ട് 40 സഭയിലെ അംഗങ്ങൾ ഭക്ഷണം കഴിക്കുന്നിടത്ത് കൊണ്ടുപോയി മുട്ടുകുത്താൻ പറയും. കരങ്ങൾ വിരിച്ചു പിടിച്ച് 51-ാം സങ്കീർത്തനം ചൊല്ലണം. ഹൗ മേഴ്സി ഓൺ മീ ലോർഡ് ഇൻ യുവർ കൈൻഡ്നസ്. കർത്താവേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ, ഞാൻ പാപം ചെയ്തു പോയി എന്ന ദാവീദിന്റെ സങ്കീർത്തനം കരങ്ങൾ വിരിച്ചു പിടിച്ച് ചൊല്ലുമ്പോ ഈ 40 പേരും ഇദ്ദേഹത്തെ വന്ന് കരണത്തടിക്കണം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ അപ്പോൾ ഇദ്ദേഹത്തിന് ഓരോ ദിവസവും ഓഫറുണ്ട്. ഒറ്റ കാര്യം ചെയ്താൽ മതി, നിങ്ങൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന ആ നവീകരിക്കപ്പെട്ട സഭാ നവീകരണത്തെ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാ മതി, നിങ്ങളുടെ സഹനം അവസാനിക്കും.
അച്ഛൻ ഇത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലാണ് അച്ഛൻ ഈ കുളിക്കാൻ പറ്റാതെ, സെന്റ് ജോൺ ഓഫ് ദ ക്രോസിന് 9 മാസം കുളിക്കാൻ പറ്റാതിരുന്നു, 9 മാസം ഡ്രസ്സ് മാറാൻ പറ്റാതിരുന്നു എന്ന കാര്യം ആദ്യമായിട്ടാണ് ശ്രദ്ധയിൽപ്പെട്ടത് കഴിഞ്ഞ ദിവസം വായിച്ചിട്ടിരുന്നപ്പോൾ. ആ ഡ്രസ്സ് മുഴുവൻ ചോരയിൽ കുതിർന്ന്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരാഴ്ച ഡ്രസ്സ് മാറാതിരുന്നാൽ. അപ്പോൾ നമ്മളാണെങ്കിൽ പറഞ്ഞാനെ എന്തു വേണേലും ഉപേക്ഷിക്കാവേ, ഒന്ന് കുളിച്ചാ മതിയേ, അല്ലേ? എന്തു വേണേലും ഉപേക്ഷിക്കാവേ, ഒരു ഡ്രസ്സൊന്ന് മാറ്റിയാ മതിയേ. ഭക്ഷണം കിട്ടിയില്ലെങ്കിലും കുഴപ്പം, ഭക്ഷണത്തിന്റെ കാര്യം പിന്നെയും നമുക്ക് സഹിക്കാം, ഇല്ലേ? കിട്ടാതിരിക്കുമ്പോ അറിയാം. ഒന്നും കിട്ടിയില്ലേലും കുഴപ്പമില്ലേ, ഇത്തിരി ചൂടുവെള്ളം കിട്ടിയാ മതിയേ, ഇല്ലേ? അപ്പോ പക്ഷേ പ്രിയപ്പെട്ടവരെ, ആ തടവറയിൽ കിടന്നുകൊണ്ട് കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ എഴുതിയൊരു പാട്ടുണ്ട്. ആ പാട്ട് ദൈവസ്നേഹത്തെ കുറിച്ചുള്ള ഒരു പാട്ടാണ്. അത് മലയാള സംസ്കാരത്തിൽ നമ്മളൊരു ഭാഷയിൽ പറഞ്ഞ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ എന്ന് പറയുന്നത് പോലെ ഒരു പാട്ട് ഈ തടവറയിൽ കിടന്നുകൊണ്ട് ഈ കുരിശിന്റെ വിശുദ്ധ യോഹന്നാന് എഴുതാൻ പറ്റിയത്, ഈ ആത്മപരിത്യാഗമെന്ന് പറയുന്ന പുണ്യം, അതിൻ്റെ ആഴങ്ങള്, അതിൻ്റെ അർത്ഥങ്ങൾ ഇങ്ങനെ കണ്ടെത്തിയത് കൊണ്ടാണെന്നേ. ഈശോയെ പ്രതി എത്രമാത്രം സഹിച്ചാലാണ് ഞാൻ ഈശോയെ പോലെ ആകുന്നത്. തന്റെ സഹനത്തില് ഈശോയെ പോലെ താനായി തീരുന്നതാണ് ഓരോ സഹനത്തിലും കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ കണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വർഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കുരിശിന്റെ വിശുദ്ധ യോഹന്നാനെ തിരുസഭയുടെ വേദപാരംഗതനായി ഉയർത്തിയതിന്റെ 100-ാം വർഷമാണ് അടുത്ത വർഷം, അതായത് 2026 എന്ന് പറയുന്ന വർഷം. അതുപോലെ തന്നെ ഇദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചതിന്റെ 300-ാം വർഷം കൂടെയാണ് അടുത്ത വർഷം. 1726 ഇദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോ അച്ഛനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്റെ 35-ാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തിന് കടന്നുപോയ ആ സഹനങ്ങളെ കുറിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുഴുവരിക്കപ്പെട്ട് രക്തം വാർന്നൊലിച്ച് ഉടുതുണിക്കും മറുതുണിയില്ലാത്ത 9 മാസം. പ്രിയപ്പെട്ടവരെ, എല്ലാ ശുശ്രൂഷകൾക്കും ആദരവിനും അർഹനായിരുന്നവനാണ്. ഒന്നുമില്ലാത്തവനായി പരാതികളില്ലാതെ കിടന്നു. അവസാനം അതിൽ നിന്ന് മോചിതനായതിനു ശേഷം വീണ്ടും സഭ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടതിന് ശേഷം കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ അസിസ്റ്റന്റ് ജനറൽ അല്ലെങ്കിൽ ഡെഫിനിറ്റർ ജനറൽ എന്ന പദവി വരെ എത്തി. 3rd കൗൺസിലറായി, ഡെഫിനിറ്റർ ജനറലായി, പല ആശ്രമങ്ങളുടെയും സുപ്പീരിയറായി, പല സ്ഥലങ്ങളിൽ ഒരു തിയോളജി കോളേജിന്റെ റെക്ടറായി, അതിനുശേഷം ഈ ജനറാളച്ചന്റെ കൂടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ജനറാളച്ചന്റെ ഉപദേശക സമിതിയിൽ, ഏറ്റവും ഉന്നത അധികാര സമിതിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ജനറാളച്ചനുമായി ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ടായപ്പോൾ കുരിശിന്റെ വിശുദ്ധ യോഹന്നാനെ പിന്നത്തെ ചാപ്റ്ററിൽ ഒരു അധികാരവുമില്ലാത്തവനാക്കി മാറ്റി. എന്നിട്ട് ആരോരും അറിയപ്പെടാത്ത ഒരു സ്ഥലത്തേക്ക് അയച്ചു. അവിടെ കിടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് രോഗം വന്നു കഴിഞ്ഞപ്പോ സെന്റ് ജോൺ ഓഫ് ദ ക്രോസ് തീരുമാനിക്കുകയാണ്, എന്നെ ആരും അറിയാത്ത ഒരു സ്ഥലത്ത് പോയി വിശ്രമിക്കണം. അങ്ങനെ ഒബേദോ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ചെന്നു. അവിടെ ഇദ്ദേഹത്തിന് ഒരു എക്സീമ പോലത്തെ ഒരു രോഗമാണ്. കാലില് മന്തുണ്ട്, കാലില് ഈ തൊലി ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു രോഗമുണ്ട്. ചികിത്സിച്ചാൽ മാറും, ചികിത്സിച്ചില്ലെങ്കിൽ അത് ഓരോ ദിവസവും കൂടി വരുന്നൊരു രോഗമാണ്. അങ്ങനെ ആ രോഗം ബാധിച്ച് ഇദ്ദേഹം ഇങ്ങനെ, ആ രോഗത്തിന്റെ പേര്
എറിസിപ്പെലസ് എന്ന് പറയുന്ന ഒരു രോഗമാണ്. കാലിൽ വ്രണങ്ങൾ ബാധിച്ചു, സിവിയർ ആയിട്ടുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ബാധിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമുള്ള ആള് ഇദ്ദേഹത്തിന് ഒരു ട്രീറ്റ്മെന്റും കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചു. ആശുപത്രിയിലൊന്നും പോണ്ട, അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു സന്ദർശകരെയും അനുവദിച്ചില്ല. ആവശ്യത്തിന് ട്രീറ്റ്മെന്റ് കിട്ടാതെ അങ്ങനെ കിടന്ന് ബെഡ് സോറായി, നടുവില് മുഴ വന്നു. പ്രിയപ്പെട്ടവര്, ഡിസംബർ 14 1591 അതായത് അമ്മ ത്രേസ്യ മരിച്ചിട്ട് 9 വർഷങ്ങൾ കഴിഞ്ഞ സമയത്ത് ഇദ്ദേഹം മരിക്കുകയാണ്. കൈയടിച്ച് നമുക്ക് കർത്താവിന് നന്ദി പറയാം. മരണത്തിന് ശേഷം പ്രിയപ്പെട്ടവരെ ഇദ്ദേഹത്തിന്റെ ഖ്യാതി ഇങ്ങനെ വളരുകയാണ്. അവസാനം ഉപേക്ഷിച്ചവര് ശരീരത്തിന് വേണ്ടി തല്ലുപിടിക്കുകയാണ്. ഉബേദയിൽ നിന്ന് സെഗോവിയയിലേക്ക് ഈ മൃതശരീരം തന്നെ ഇവര് രഹസ്യത്തിൽ കട്ടെടുത്തുകൊണ്ട് പോകുന്നു. ഒടുവിൽ തല്ലുപിടുത്തം തീർക്കാൻ വേണ്ടി ഒരു പാർട്ടിക്ക് കയ്യും കാലും മുറിച്ചു കൊടുക്കും. നിങ്ങൾ കയ്യും കാലും കൊണ്ടുപോയിക്കും, ബാക്കി ശരീരം ഞങ്ങൾ സൂക്ഷിക്കും എന്ന് പറഞ്ഞ് ശരീരത്തിന് വേണ്ടി വഴക്കുണ്ടാകുന്നു. 1726 വിശുദ്ധനായി, 1926 വേദപാരംഗതനായി. ഇതാണ് ചരിത്രം. ഇനി ഇദ്ദേഹം എന്താണ് ഈ സഹനങ്ങളുടെ തീച്ചൂളയിൽ കിടന്നപ്പോ, സഹനത്തിന്റെ തീച്ചൂളയിലൂടെ കടന്നുപോയപ്പോഴൊക്കെ എന്താണ് പ്രിയപ്പെട്ടവരെ പിടിച്ചു നിർത്തിയത്? എന്താണ് എനിക്ക് ഈശോ മാത്രം ഈ സഹനങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരു സമയത്ത് കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ ഈശോ പ്രത്യക്ഷപ്പെട്ടു. മരണത്തിന് കുറച്ചു നാളുകൾക്ക് മുമ്പാണ്. വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അതിന്റെ ഇടയില് സഭയിൽ വേറൊരു കാര്യം കൂടെ നടക്കുന്നുണ്ട്. ഇദ്ദേഹം പല തിന്മകൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത തെളിവുകളൊക്കെ ഉണ്ടാക്കി സഭയിൽ നിന്ന് പുറത്താക്കാനുള്ള പേപ്പർ വർക്കുകൾ അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോ ഈശോ കുരിശിന്റെ വിശുദ്ധ യോഹന്നാന് പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിച്ചു, മോനെ, എന്നെ പ്രതി ഇത്രമാത്രം നീ സഹിച്ചതിന്, ചെറുപ്പം മുതൽ 3-ാമത്തെ വയസ്സിലെ അപ്പൻ നഷ്ടപ്പെട്ടത് മുതൽ എന്നെ പ്രതി നീ ഇത്രമാത്രം സഹിച്ച് 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 സഹനത്തിന്റെ പര്യായ പദമായി മാറിയതിന് എന്ത് സമ്മാനമാണടാ നിനക്ക് ഞാൻ തരേണ്ടതെന്ന് ചോദിച്ചപ്പോ ഈ വിശുദ്ധൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, എനിക്കൊരു സമ്മാനം തരണം. നിന്നെ പ്രതി ഇത്രമാത്രം സഹിക്കാൻ കഴിഞ്ഞതിന് എനിക്കൊരു സമ്മാനം കൂടെ വേണം. നിന്നെ പ്രതി കൂടുതൽ സഹിക്കാൻ എനിക്ക് കൃപ തരണം. ഗിവ് മീ മോർ ക്രോസസ്, എനിക്ക് കൂടുതൽ കുരിശുകൾ തരണമെന്ന് പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ എഴുതി, ദൈവവുമായിട്ടുള്ള ഐക്യത്തിന് ആഗ്രഹിക്കുന്ന ആത്മാവ്. നമ്മൾ എന്തിനു വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്? ദൈവവുമായിട്ട് ഐക്യപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മനസ്സിൽ വെക്കണം. മനുഷ്യ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത്, ദി അബ്സല്യൂട്ട് ഗോൾ, ദി അൾട്ടിമേറ്റ് ഗോൾ, ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തിൽ ലയിച്ചു ചേരുക എന്നതാണ്. അപ്പോൾ ദൈവത്തിൽ ലയിച്ചു ചേരുക എന്ന പരമമായ ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരാത്മാവ് തീർച്ചയായും ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഞാൻ ശുശ്രൂഷിക്കപ്പെടണം എന്ന ആഗ്രഹം ഉപേക്ഷിക്കണം. കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ പറഞ്ഞു, അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഇരുട്ടാണ്. ആ ഇരുട്ട്, ഞാൻ കെയർ ചെയ്യപ്പെടണം എന്നുള്ള ഇരുട്ട്, എനിക്ക് സുഖം കിട്ടണം എന്നുള്ള ഇരുട്ട്. ശരിക്കുള്ള പ്രകാശം ആരാണ്? ശരിക്കുള്ള പ്രകാശം ഈശോയാണ്, ക്രൂശിതനാണ്, മുറിവേറ്റവനാണ്, മുറിയപ്പെട്ടവനാണ്, കുർബാനയാണ്. ശരിക്കുള്ള പ്രകാശം നമ്മിലേക്ക് എത്തുന്നതിന് തടസ്സമാകും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. പ്രിയപ്പെട്ടവരെ, കാലിത്തൊഴുത്ത് പഠിപ്പിക്കുന്ന പാഠവും മറ്റൊന്നല്ല, ഒരു കെയറും വേണ്ടാത്തവനായി, ഒരു ശുശ്രൂഷയും, ഒരു വയറ്റാട്ടിയുടെ ശുശ്രൂഷ പോലും, ഇല്ലേ, പ്രസവിച്ചു വീഴുന്ന കുഞ്ഞിനൊരു അവകാശമുണ്ടല്ലോ, ഇല്ലേ?
അതുപോലും വേണ്ട എന്ന് വെച്ച് അവൻ കാലിത്തൊഴുത്തിലേക്ക് പിറക്കുന്നത്. അവൻ പ്രകാശമാണ്. ആ പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നതിന് അത് തടസ്സമാകും. അതുകൊണ്ട് ഈ ലോകത്തിലുള്ള സൃഷ്ടവസ്തുക്കളിലേക്ക് ഉള്ള അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്, അതിനോടുള്ള താല്പര്യങ്ങൾ എന്ന് പറയുന്നത്, വ്യക്തികളോടാകാം വസ്തുക്കളോടാകാം, താല്പര്യങ്ങൾ എന്ന് പറയുന്നത് ഇരുട്ടാണ്. ഇനി കുറച്ചുകൂടെ ശ്രദ്ധിച്ച് കേൾക്കണേ. അറ്റാച്ച്മെന്റ് ആസ് ഡാർക്ക്നെസ്. സൃഷ്ടികൾ ശുശ്രൂഷിക്കണമെന്ന ആഗ്രഹം ദൈവത്തിന്റെ പരിശുദ്ധമായ പ്രകാശം സ്വീകരിക്കുന്നതിന് തടസ്സമാണ്. നമുക്ക് അച്ഛനൊന്നുകൂടി വായിക്കാം, ശ്രദ്ധിച്ചു കേട്ടോ. സൃഷ്ടികൾ നമ്മെ ശുശ്രൂഷിക്കണമെന്ന ആഗ്രഹം ദൈവത്തിന്റെ പരിശുദ്ധമായ പ്രകാശം സ്വീകരിക്കുന്നതിന് തടസ്സമാണ്. കാരണം എന്താണെന്നറിയാവോ? നമ്മളുടെ അറ്റൻഷൻ എവിടെയാണ്? സൃഷ്ടികളിലാണ്. ഒരു ഉദാഹരണം പറയുമ്പോൾ ക്ലിയർ ആവും. നമുക്ക് ഒരു ചിന്ത വരികയാണ്, ആ ചേച്ചിക്ക് ഇപ്പൊ എന്നോട് പഴയ പോലെ ഒരു താല്പര്യമില്ല. ഞങ്ങൾ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഒരുമിച്ച് പോയിരുന്നാണ്, ഇപ്പൊ എന്നെ കണ്ടപ്പോ എന്താണെന്നാവും തല തിരിച്ചു പോകുന്ന പോലെ ഒരു തോന്നല്. ശരിക്കുള്ളതാണോ ആവോ എന്തോ. അപ്പോ നമുക്ക് ഒരു തോന്നലാണ്, ഇപ്പോ എന്നോട് നമ്മുടെ ഗ്രൂപ്പിലുള്ള ആ ഇന്നയാൾക്ക് ഒരു താല്പര്യക്കുറവുണ്ടെന്ന് നമുക്ക് തോന്നുന്നു. സത്യമാകാം, അല്ലാതിരിക്കാം. ഇത് തോന്നുന്നു കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മൾ എന്നാലും എന്താണെന്നാവോ എന്ന് കുറെ നേരം കഴിയുമ്പോൾ നമ്മൾ പറയും, പിന്നെ അവളെ കണ്ടിട്ടാണ് ഞാൻ ആവിലേക്ക് പോകുന്നത്. ഞാൻ കർത്താവിനെ കണ്ടിട്ടല്ലേ ആവിലേക്ക് പോകും. അവൾ എന്നെ സ്നേഹിച്ചാൽ എന്ത്, സ്നേഹിച്ചില്ല, എനിക്ക് കർത്താവ് മതി. ഒടുവിൽ നമ്മൾ എവിടെ എത്തിയോ? അതെപ്പോഴാ എത്തിയത്? ഒടുവിലാണ് എത്തിയത്. ഹല്ലേലൂയ. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി. അപ്പോൾ മറ്റുള്ളവർ നമ്മെ സ്നേഹിക്കുന്നില്ല എന്ന നമ്മുടെ ഒരു തോന്നല് തന്നെ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാക്കി? ശ്രദ്ധിച്ചു കേൾക്കണേ. എന്തുണ്ടാക്കി? ഒരു പ്യൂരിഫിക്കേഷൻ ഉണ്ടാക്കി. ഇതിനെ പാസീവ് പ്യൂരിഫിക്കേഷൻ എന്ന് പറയും. ഇത് പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിൽ ഒരു വിശുദ്ധീകരണം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താല്, നമ്മൾ ചിന്തിക്കും, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്, എല്ലാവരും എന്നെ ഭയങ്കര കെയറിങ് ആണ്, അതുകൊണ്ട് ഞാൻ ഈ ഗ്രൂപ്പിൽ തന്നെ പോവുള്ളൂ. എന്തുകൊണ്ടാണ്? എല്ലാവരും എൻ്റെ കൂട്ടുകാരാണ്. നമ്മളുടെ ശ്രദ്ധ ഒരു പരിധി വരെ എവിടെയായി? ലോകത്തിലായി. അപ്പോൾ ഇത് നഷ്ടപ്പെട്ടു എന്ന് തോന്നിയപ്പോ നമ്മുടെ ശ്രദ്ധ വീണ്ടും എവിടെയായി? ഓക്കെ, കിട്ടിയോ? അപ്പോൾ ഇനി ഒന്ന്, അപ്പൊ അത് നമ്മുടെ തോന്നല്. രണ്ട്, ശരിക്കും ഒരു വഴക്കുണ്ടായി എന്ന് വിചാരിക്കുക. തോന്നലൊന്നുമല്ല, കരണത്തൊരടി കിട്ടി. കരണത്തടി കിട്ടി, ഇത് തോന്നലാണോ? അപ്പോൾ നമുക്ക് മനസ്സിലായി അവര് നമ്മളുമായിട്ട് എന്താണ്, ശത്രുതയിലാണ് എന്ന് മനസ്സിലായി. ശരിക്കും മനസ്സിലായി. അപ്പോഴും നമ്മൾ എന്ത് ചിന്തിക്കും? ആര് ശത്രുതയിലാണെങ്കിലും, ആര് സ്നേഹിച്ചാലും കൊള്ള, ആര് സ്നേഹിച്ചില്ലെങ്കിലും കൊള്ള, ആര് മനസ്സിലാക്കിയാലും കൊള്ള, ആര് മനസ്സിലാക്കിയില്ലെങ്കിലും കൊള്ള, എനിക്ക് ഈശോ മതി. നമ്മൾ മറ്റേ പാട്ട് പാടും, യേശു മതി, യേശു മതി, യേശു. ഹല്ലേലൂയ. ആകയാ എനിക്ക് യേശു മതി, അല്ലേ? അപ്പോഴും നമ്മൾ എവിടെ എത്തി? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടായത്, ശ്രദ്ധിക്കണേ അച്ഛൻ, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇത്തിരി ലൈറ്റാക്കി വലുത് പറയുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ സഹനങ്ങളെല്ലാം നമ്മെ ആരിലുള്ള ദൃഷ്ടിയാണ് ഉറപ്പിച്ചത്? ഈശോയിൽ. നമുക്ക് ഈ ലോകത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ, അല്ലെങ്കിൽ ചില ആളുകൾ പറയും, അച്ഛാ കൊച്ചു കാനഡയിൽ ഉള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ല അച്ഛോ, അത് ആ കൊച്ചു പണിയെടുത്ത് കാശ് അയക്കുന്നുണ്ട്, ലോൺ അടക്കുന്നുണ്ട്, വീട് പണിയുന്നുണ്ട്, കൊച്ചുള്ളത് കൊണ്ട് അങ്ങനെ നടന്നു പോകുന്നു. കൊച്ചു കല്യാണമൊക്കെ കഴിഞ്ഞ് ഭാര്യ പറഞ്ഞു, ഇനി വീട്ടിലേക്ക് കാശൊന്നും അഴക്കാൻ പറ്റില്ല, ലോൺ ഉണ്ടെങ്കിൽ അവരടക്കട്ടെ, മറ്റേ ചേട്ടനുണ്ടല്ലോ, ആ മാത്രമല്ലല്ലോ അവിടുത്തെ മകൻ, വീടിന്റെ കടം 2 പേർക്കുള്ളതല്ലേ, ഭാഗിക്കുമ്പോ 2 പേർക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്പൊ അവൻ ഫോൺ വിളിച്ചിട്ട് തന്നെ 2 കൊല്ലമായി. ഇപ്പൊ പിന്നെ അവനില്ലെങ്കിൽ എന്താണ്, കർത്താവല്ലേ നമ്മുടെ വീട്ടില്.
കൊച്ചുള്ളത് കൊണ്ട് എന്ന് പറഞ്ഞിരുന്ന ആളിപ്പൊ ആരുള്ളത് കൊണ്ടെന്ന് പറയാൻ തുടങ്ങി? കർത്താവുള്ളത് കൊണ്ടെന്ന് പറയാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പൊ വീണ്ടും നമ്മുടെ ഉള്ളിൽ എന്ത് സംഭവിച്ചു? ഒരു പ്യൂരിഫിക്കേഷൻ സംഭവിച്ചു. പ്രിയപ്പെട്ടവർ, അച്ഛൻ നിങ്ങൾ 2 വാക്കുകൾ പഠിപ്പിക്കാം. ആക്റ്റീവ് പ്യൂരിഫിക്കേഷൻ, പാസീവ് പ്യൂരിഫിക്കേഷൻ. പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഉദാഹരണം അച്ഛന്റെ കയ്യിലുണ്ട്, പറഞ്ഞുതരാം. ഒന്ന് ആക്റ്റീവ് പ്യൂരിഫിക്കേഷൻ, നമ്മൾ തന്നെ ഈശോയിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യും. അതാണ് നമ്മളിപ്പോ നൊയമ്പ് കാലമല്ലേ, നമ്മൾ ഇറച്ചി വേണ്ടെന്ന് വെച്ചവരുണ്ടാകാം, മീൻ വേണ്ടെന്ന് വെച്ചവരുണ്ടാകാം, മുട്ട വേണ്ടെന്ന് വെച്ചവരുണ്ടാകാം, പാല് വേണ്ടെന്ന് വെച്ചവരുണ്ടാകാം. നമ്മൾ തന്നെ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്തു? വേണ്ടെന്ന് വെച്ചു. അല്ലെങ്കിൽ കുറെ പേര് ഇവിടെ നിന്ന് എടൂരിൽ നിന്ന് ചെമ്പേരി വരെ നടക്കാന്ന് വിചാരിച്ചു. അതെന്താണ്? ഒരു സഹനമാണ്. ഇതിനെയാണ് ആക്റ്റീവ് പ്യൂരിഫിക്കേഷൻ. നമ്മൾ തന്നെ അങ്ങോട്ട് തീരുമാനിച്ച് കുറെ കാര്യങ്ങൾ സ്വന്തമാക്കണം എന്ന് വിചാരിച്ചു. ആത്മീയ ജീവിതത്തിൽ വളരണം, നമ്മൾ തീരുമാനിച്ചിട്ട് ചെയ്തതാണ്. പാസീവ് പ്യൂരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തീരുമാനിച്ചതല്ല, ദൈവം തന്നെ ചില സഹനങ്ങൾ നമ്മളിലേക്ക് വെച്ച് തന്നു. ചില ബന്ധങ്ങൾ നഷ്ടപ്പെടാൻ ദൈവം അനുവദിച്ചു. ദൈവം ഇടയാക്കിന്നല്ല, അനുവദിച്ചു. ചില സങ്കടങ്ങൾ, ചില തെറ്റിദ്ധാരണകൾ നമ്മുടെ ജീവിതത്തിലൂടെ. അപ്പൊ നമ്മൾ ഏറ്റെടുത്തല്ല, നമ്മൾ വിചാരിച്ചിട്ടില്ല. എന്നെ എല്ലാവരും തെറ്റിദ്ധരിക്കട്ടെ എന്ന് എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചോ? എന്നെ എല്ലാവരും കുറ്റം പറയട്ടെ എന്ന് എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചോ? എന്നെ ആരെങ്കിലും പിടിച്ച് ജയിലിലിടട്ടെ എന്ന് പ്രാർത്ഥിച്ചോ? 10 ദിവസം കുളിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചോ? ഇല്ല. അപ്പോൾ ദൈവം തന്നെ അനുവദിച്ചു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറ്റെടുത്തതിനെയാണ് ആക്റ്റീവ് പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദൈവം അനുവദിച്ചതിനെയാണ് പാസീവ് പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കുറച്ചുകൂടി മനസ്സിലാവാൻ അച്ഛനൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ മാസമൊക്കെ അച്ഛൻ വിചാരിക്കായിരുന്നു, അച്ഛൻ 2017 വന്നപ്പോ അല്ലേ, ഇവിടെ വന്നപ്പോ എന്തൊരു ക്യൂട്ടായിരുന്നു അല്ലേ, ഇത്രയും തടിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോ ഇപ്പൊ ഇത്തിരി വയറൊക്കെ ചാടി എന്ന് വിചാരിച്ചു. അപ്പോ പാൻസ് ഒക്കെ ഇട്ടിട്ട് അത് ടൈറ്റ് ആയിട്ടിരിക്കുന്ന ബട്ടൺസ് ഒക്കെ ഇടാനൊക്കെ ആയിട്ട് ഇത്തിരി ബുദ്ധിമുട്ട്. അപ്പൊ അച്ഛൻ വിചാരിച്ചു ഇത്തിരി എക്സർസൈസ് ഒക്കെ ചെയ്യാന്ന് വിചാരിച്ച് കാലത്ത് 5 മിനിറ്റ് ഇവിടെ ത്യാഗവീതിയിൽ നടക്കാനൊക്കെ തുടങ്ങി. 2 മാസം നടന്നിട്ടും, അപ്പൊ അതിനെയാണ് ആക്റ്റീവ് പ്യൂരിഫിക്കേഷൻ. നമ്മൾ തടി കുറക്കാൻ വേണ്ടി നമ്മൾ തന്നെ നടക്കാം, എന്നിട്ട് കുറഞ്ഞില്ല. കഴിഞ്ഞ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും അച്ഛന് ലൂസ് മോഷൻ പിടിച്ചു. അപ്പൊ 2 മാസം കൊണ്ട് നടക്കാത്തത്, ഉദാഹരണം ക്ലിയർ ആയില്ലേ? ഇനി അത് മറക്ക്, തിരിച്ചു വാ. ഹല്ലേലൂയ. തിരിച്ചു വന്നോ? ഓക്കെ. നമ്മുടെ ജീവിതത്തില് നമ്മൾ ഏറ്റെടുക്കുന്ന സഹനങ്ങളെക്കാൾ 100 ഇരട്ടി ഫലദായകമാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരുന്ന കാര്യങ്ങൾ. നമ്മെ വിശുദ്ധീകരിക്കാൻ ദൈവത്തിന് ഒത്തിരിയേറെ മാർഗങ്ങളുണ്ടെന്ന് അറിഞ്ഞു വെച്ചു. ഇനി അച്ഛൻ 2-3 നമ്മൾ ശുശ്രൂഷിക്കപ്പെടണമെന്ന നമ്മുടെ ആഗ്രഹത്തിന്റെ 2-3 ഉദാഹരണങ്ങൾ. അച്ഛൻ ഒരു പ്രാവശ്യം ഞങ്ങളുടെ ഇടവകയില് കോട്ടപ്പുറം രൂപതയിൽ പിതാവിനെ സ്വീകരിക്കണം, പിതാവിന് 3:30 സ്വീകരണം, 4 മണിക്ക് കുർബാന എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ വികാരിച്ചൻ വിളിച്ചു പറഞ്ഞു. കൊടയൊക്കെ ആയിട്ട് പള്ളിയുടെ മുമ്പിൽ വെയിലത്ത് പോയി നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വികാരിച്ചൻ കുളിച്ച് 3 മണിക്ക് 3:30 പുറത്തിറങ്ങി സ്വീകരിക്കേണ്ടത്. 3 മണിക്ക് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറി പള്ളിയിൽ വന്നു കഴിഞ്ഞപ്പോ പിതാവ് ദേ അവിടെ മുട്ടുകുത്തിന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനോട് പറഞ്ഞു, പിതാവ് 3:30 സ്വീകരണമൊന്നുമില്ല, ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പിതാവ് പറഞ്ഞു, എന്നെ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ വെയിൽ കൊള്ളണ്ട, എന്നെ കർത്താവ് സ്വീകരിച്ച് ഞാനിവിടെ ഉണ്ട്. അച്ഛൻ എഴുന്നേറ്റ് വരണതിന് മുമ്പ് പിതാവ് വന്ന് മുട്ടുകുത്തി അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനാണ്. പക്ഷെ നമ്മൾ പറയും, ഞാൻ ചെന്നിട്ട് എന്നോട് ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചില്ല അല്ലേ, ഞാൻ അവിടെ ചെന്നിട്ട് ഒന്നിരിക്കാൻ പോലും പറഞ്ഞില്ല, ചോറ് കഴിച്ചോ എന്ന്
ചോദിച്ചില്ല. വീട്ടിൽ കൊണ്ടുചെന്നാക്കട്ടെ എന്ന് എന്നെ കണ്ടിട്ട് അവൻ കാറ് നിർത്തിയില്ല. ഞാൻ പള്ളിയിൽ നിന്ന് പോയപ്പോഴേ അവൻ നടന്നു, കാറ് നിർത്തിയില്ല. പോരുന്നുണ്ടോ എന്ന് ചോദിച്ചില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശുശ്രൂഷിക്കപ്പെടാനുള്ള ആഗ്രഹങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. കാരണം അതിനെക്കുറിച്ച് സെന്റ് ജോൺ ഓഫ് ദ ക്രോസിനെ കുറിച്ചും സെന്റ് ജോൺ ഓഫ് ദ ക്രോസ് പഠിപ്പിക്കുന്ന ഈ ഒരു ആത്മീയത വളരെ വലുതാണ്. നമ്മൾ ക്രിസ്തുമസിനെ ധ്യാനിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകളിൽ ഒന്ന് ഈ ആത്മപരിത്യാഗത്തിന്റെ, ചെറുതാകലിന്റെ ശാസ്ത്രമാണ്. ഈ കാലിത്തൊഴുത്തോളം എങ്ങനെ ഈശോയ്ക്ക് ചെറുതാകാൻ പറ്റി? അങ്ങനെ ചെറുതായതിന്റെ ഗുണമെന്താണ്? നമ്മൾ എങ്ങനെയാണ് ഈ കാലിത്തൊഴുത്തിന്റെ ആത്മീയതയിലേക്ക് വളരേണ്ടത് എന്ന് നമുക്ക് അടുത്ത ആഴ്ച കൂടെ പഠിച്ച് നമുക്കത് അവസാനിപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ഒരു മിനിറ്റ് കണ്ണുകളടക്കം